നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിന്ന് നിസ്കരിക്കാറുണ്ട്. അവിടുത്തെ കാലുകളിൽ നീര് വരുമാറ്. ഫഖീല ലഹു, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, ഖദ് ഗഫറല്ലാഹു ലക് മാ തഖദ്ദമ മിൻ ദംബിക് വമാ തഅഖർ. അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ പുറത്തു തന്നിട്ടുള്ളതല്ലേ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായിട്ട് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു കാര്യമാണ്. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അഫല അകൂനു അബ്ദൻ ഷക്കൂറ, ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകേണ്ടേ എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ റസൂലാണ്, വളരെയധികം ശ്രദ്ധിച്ചിരുന്ന, അതുപോലെ തന്നെ സുദീർഘമായി നിന്നും സുജൂദ് ചെയ്തും റുക്കൂഇലായിക്കൊണ്ടും രാത്രി നിസ്കാരം നിർവഹിക്കാറുണ്ടായിരുന്നു. ഇതിൻ്റെ തിർമിദിയിലുള്ള മറ്റൊരു റിവായത്തിൽ മുഗീറത്ത് ബിൻ ശുഅബ പറയുന്നുണ്ട്, ഇൻ കാന നബിയ്യു ലയഖൂമു ഔ ലയുസല്ലി ഹത്താ തരിമ ഖദമാ ഔ സാഖാ ഫയുഖാലു ലഹു ഫയഖൂൽ അഫല അകൂൻ അബ്ദൻ ഷക്കൂറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നിസ്കരിക്കുകയാണ്? കാലിൽ നീര് വരുമാറ് രാത്രി നിന്ന് നിസ്കരിക്കുകയാണ്. എന്നിട്ട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അഫല അകൂനു അബ്ദൻ ഷക്കൂറ, നന്ദിയുള്ള അടിമയാകേണ്ടതെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ അള്ളാഹു നന്ദി കാണിക്കുന്ന ഒരടിമയില്ല. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് അങ്ങനെയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. وعن أبي هريرة رضي الله عنه قال, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു റിവായത്തിൽ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂമു ഹത്താ തരിമ ഖദമാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിൽ കാലിൽ നീര് വരുമാറ് നിന്ന് നിസ്കരിക്കാറുണ്ടായിരുന്നു. ഫഖീല ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, ഐ റസൂലല്ലാഹ് അതസ്നഉ ഹാദാ വഖദ് ജാഅക മിനല്ലാഹി അൻ ഖദ് ഗഫറ ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. അല്ലാഹു സുബ്ഹാനഹു വതആല താങ്കളെ അറിയിച്ചിട്ടുണ്ട്, നിങ്ങൾ മുൻകഴിഞ്ഞ വരാനിരിക്കുന്ന പാപങ്ങളും പുറത്തു തരുന്നതാണ് എന്ന്. എന്നിട്ടും ഇങ്ങനെ എന്തിനാണ് ചെയ്യുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല അഫല അകൂനു അബ്ദൻ ഷക്കൂറ, ഞാൻ നന്ദിയുള്ള അടിമയാകേണ്ടേ. വന ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിൽ, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂമു മിനൽ ലൈൽ ഹത്താ തതഫത്തറ ഖദമാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിന്ന് നിസ്കരിക്കാറുണ്ട്, കാലിൽ ഇതുപോലെ തന്നെ കൂടുതൽ നിന്നുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് വരെ. ഫഖുൽതു ലഹു, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ലിമ തസ്നഉ ഹാദാ വഖദ് ഗുഫിറ ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല മുൻകഴിഞ്ഞതും അതുപോലെ തന്നെ വരാനിരിക്കുന്നതുമായ പാപങ്ങൾ നിങ്ങളുടെ പൊറുക്കപ്പെട്ടിട്ടുള്ളതല്ലേ. ഖാല അഫല ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ഷക്കൂറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഇഷ്ടപ്പെടണ്ടയോ പിന്നെ നന്ദിയുള്ള ഒരു അടിമയാകാൻ വേണ്ടി എന്ന്. അപ്പോൾ ഈ ഹദീസുകളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും ഉന്നതമായ സ്ഥാനത്തും അതുപോലെ തന്നെ ഒക്കെ ആയിട്ടും രാത്രി നിസ്കാരം എന്നുള്ള ഇബാദത്ത് പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രദ്ധിച്ചിരുന്നു. ആദ്യകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് പ്രത്യേകം നിർബന്ധവുമായിരുന്നു. وعن عبد الله بن عمرو بن العاص رضي الله عنهما أن رسول الله صلى الله عليه وسلم قال, മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബു സ്വലാത്തി ഇലല്ലാഹി സ്വലാത്തു ദാവൂദ്, അള്ളാഹുലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിസ്കാരം ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ നിസ്കാരമാണ്, അഥവാ ഐച്ഛികമായിട്ട് രാത്രി നിസ്കാരത്തിന്റെ കാര്യം. വഅഹബ്ബു സിയാമി ഇലല്ലാഹി സിയാമു ദാവൂദ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നോമ്പും ഐച്ഛികമായ നോമ്പും ദാവൂദ് നബിയുടേതാണ്. ഈ ഹദീസ് പറയാനുള്ള ഒരു സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, സഹാബികൾ തുടർച്ചയായി നോമ്പ് നോൽക്കാൻ അവർക്ക് ആഗ്രഹമുണ്ട്, കഴിയുമെന്ന് പറയുകയും ചിലർ അങ്ങനെ ചെയ്യുകയും, അതുപോലെ തന്നെ രാത്രി തീരെ ഉറങ്ങാതെ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയൊക്കെ ചെയ്ത സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും അഫ്ളലായത് പറയാം, അഥവാ ചെയ്യാത്തവർക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല, കൂടുതൽ ചെയ്യുന്നവർക്ക് കുറക്കാൻ വേണ്ടി പറഞ്ഞ ഒരു ഹദീസാണ് യഥാർത്ഥത്തിൽ ഇത്. എന്നിട്ട് പറഞ്ഞു, ദാവൂദ് നബിയുടെ പറഞ്ഞു എങ്ങനെയാണ് ദാവൂദ് നബിയുടെ രാത്രി നിസ്കാരവും നോമ്പും? കാന യനാമു നിസ്ഫൽ ലൈൽ, ദാവൂദ് നബി അലൈഹി സ്വലാം രാത്രിയുടെ പകുതി ഭാഗം, ആദ്യ പകുതി ഉറങ്ങും. വയഖൂമു സുലുസഹു, പിന്നീട് മൂന്നിലൊന്ന് എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കും. വയനാമു സുദുസഹു, അവസാനത്തിലുള്ള രാത്രിയുടെ ആറിലൊന്ന് വീണ്ടും ഉറങ്ങും. അങ്ങനെയാണ് ഒരു 6 മണിക്കൂർ രാത്രി കണക്കൂട്ടിയാൽ 3 മണിക്കൂർ ഉറങ്ങും, 2 മണിക്കൂർ നിന്ന് നിസ്കരിക്കും, 1 മണിക്കൂർ വീണ്ടും ഉറങ്ങും. വയസൂമു യൗമൻ വയുഫ്തിറു യൗമൻ, നോമ്പ് നോൽക്കാറുള്ളത് ഒരു ദിവസം നോമ്പ് നോൽക്കും, പിറ്റൊരു ദിവസം നോമ്പില്ലാതെ, അങ്ങനെ ഒന്നിടവിട്ടിട്ടാണ് നോമ്പ് നോൽക്കാറുണ്ടായിരുന്നത്. അപ്പൊ ഇതിനേക്കാൾ തുടർച്ചയായിക്കൊണ്ട് നോമ്പും രാത്രി ഉറങ്ങാതെ മുഴുവൻ നിന്ന് നിസ്കരിക്കാൻ താല്പര്യം കാണിച്ച
സഹാബികളോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നിസ്കാരവും നോമ്പും പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ രാത്രി നിസ്കാരത്തിന് എത്ര ഒരു ശ്രേഷ്ഠത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിരുന്നു, സഹാബികൾ കണ്ടിരുന്നു എന്ന് അറിയിക്കുന്നതാണ്. സലഫുകൾ വളരെയധികം സലഫുകളെ പറ്റി പറയുന്നത് കാണാം. അവർ രാത്രിയാകുമ്പോൾ സന്തോഷിക്കുമായിരുന്നു. കാരണം അവരും റബ്ബുമായിട്ടുള്ള മുനാജാത്തിന്റെ രഹസ്യ സംസാരത്തിന്റെ സമയമായല്ലോ എന്നുള്ളതിൽ അവർ സന്തോഷിക്കാറുണ്ടായിരുന്നു എന്ന്. വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഇബാദത്താണ്. وعن جابر رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു إن في الليل لساعة لا يوافقها رجل مسلم يسأل الله خيرا من أمر الدنيا والآخرة إلا أعطاه إياه وذلك كل ليلة. രാത്രിയിൽ ഒരു സമയമുണ്ട്. ഇന്ന ഫിൽ ലൈലത്തി ലസാഅത്തൻ, ഒരു പ്രത്യേക സമയമുണ്ട്. ലാ യുവാഫിഖുഹാ റജുലുൻ മുസ്ലിമുൻ, ഒരു മുസ്ലിമായ വ്യക്തി യസ്അലുല്ലാഹ ഖൈറൻ മിൻ അംരി ദുനിയ വൽ ആഖിറ, ആ സമയത്ത് അള്ളാഹുവിനോട് ദുനിയാവിലെയും പരലോകത്തെയും ഖൈറുകൾ ചോദിക്കുകയാണ്. അപ്പൊ രണ്ടും കൂടി ഒരു സമയത്തായി ചോദിക്കുന്നതും ആ സമയവും ഒരുപോലെ ആയിട്ടുണ്ടെങ്കിൽ ആ സമയത്താണ് ചോദിക്കുന്നതെങ്കിൽ ഇല്ലാ അതാഹു ഇയ്യാഹ് വദാലിക കുല്ല ലൈലത്തിൻ, അള്ളാഹു അതവന് നൽകുന്നതാണ്, അത് എല്ലാ രാത്രിയിലും ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർപ്പിക്കുകയാണ്. അപ്പോൾ ആ സമയം ഖൈറുകൾ പ്രതീക്ഷിക്കുന്ന നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ ആലോചിച്ച് നമുക്ക് എന്തെങ്കിലും വലിയൊരു നേട്ടമുണ്ട്, അല്ലെങ്കിൽ വലിയൊരു വരുമാനമുണ്ട്, അല്ലെങ്കിൽ വലിയൊരു ലാഭമുണ്ട് എന്നെങ്കിൽ രാത്രി നമ്മൾ ഉറക്കമൊഴിച്ചൊരു കാര്യം ചെയ്യാൻ നിൽക്കും. അപ്പോൾ ഭൗതികമായിട്ടൊരു നേട്ടമുണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും, അത് നേടിയെടുക്കാൻ ശ്രമിക്കും. അപ്പൊ അതിനേക്കാൾ എത്രയോ ഖൈറാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. ഒരാ സമയത്തെ നേടിയെടുക്കാൻ വേണ്ടി നാം പരിശ്രമിക്കേണ്ടതാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കിതാബുൻ നവാഫിൽ അത്തർഗീബ് ഫീ ഖിയാമിൽ ലൈൽ എന്ന ഫസ്ലിലുള്ള ഹദീസുകൾ. അതിലടുത്തത് وعن أبي أمامة الباهلي رضي الله عنه عن رسول الله صلى الله عليه وسلم قال عليكم بقيام الليل فإنه دأب الصالحين قبلكم وقربة إلى ربكم ومغفرة للسيئات ومنهاة عن الإثم. عليكم بقيام الليل, നിങ്ങൾ രാത്രി നിസ്കാരത്തെ മുറുകെ പിടിക്കുക, അത് നിങ്ങൾ ഒഴിവാക്കാതെ ജീവിതത്തിൽ പകർത്തുക. ഫഇന്നഹു ദഅബു സ്വാലിഹീന ഖബ്ലക്കും, അത് നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സ്വാലിഹീങ്ങളുടെ അവരുടെ ശീലമായിരുന്നു, അവർ ജീവിതത്തിൽ കൊണ്ടു നടന്ന കാര്യമായിരുന്നു. വഖുർബത്തുൻ ഇലാ റബ്ബിക്കും, അത് നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന, റബ്ബിന്റെ സാമീപ്യം നേടിത്തരുന്ന ഒരു വേറെ തരത്തിൽ അള്ളാഹുലേക്ക് അടുക്കാൻ സാധിക്കുന്ന കാര്യമാണ്. വമഗ്ഫിറത്തുൻ ലിസ്സയ്യിആത്ത്, അതുപോലെ തന്നെ പാപങ്ങൾക്കുള്ള, നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമായി തീരും. വമൻഹാതുൻ അനിൽ ഇസ്ം, അത് പാപങ്ങളെ തടയുന്ന കാര്യമായി മാറുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പോൾ രാത്രി നിസ്കാരത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള, അത് മുറുകെ പിടിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടുള്ള വാക്കാണിത്. രാത്രി നിസ്കാരത്തെ മുറുകെ പിടിക്കുക എന്നിട്ട് പറഞ്ഞു, മുൻപുണ്ടായിരുന്ന സ്വാലിഹീങ്ങളുടെ എല്ലാം ശീലമായിരുന്നു അത്. അതായത് ഒരാൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഏറ്റവും അധികം അടുക്കുന്നതിൻ്റെയും അള്ളാഹു അവനെ ഇഷ്ടപ്പെടുന്നതിൻ്റെയും അടയാളമാണ് രാത്രി നിസ്കാരം അവന് സ്ഥിരമായി നിർവഹിക്കാൻ സാധിക്കുക, ഖുശൂഅോടുകൂടി ഏറ്റവും നല്ല രീതി, അല്ലാതെ പിന്നെ അശ്രദ്ധമായിട്ടല്ല, ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അത് സാധിക്കുക എന്നുള്ളത്. വഖുർബത്തുൻ ഇലാ റബ്ബിക്കും, അത് നിങ്ങളുടെ റബ്ബിലേക്കുള്ള അടുപ്പവുമാണ്. അള്ളാഹുലേക്ക് അടുക്കാൻ സാധിക്കും. ഒരു അടിമ അള്ളാഹുലേക്ക് അടുക്കുന്നത് എങ്ങനെയാണ്? അള്ളാഹു ഫർളായ കാര്യങ്ങൾ ചെയ്തിട്ടും അതുപോലെ തന്നെ നഫ്ലുകളായ ഇബാദത്തുകൾ ചെയ്തിട്ടുമാണ്. അപ്പോൾ നഫ്ലുകളിൽ ഇബാദത്തുകളിൽ ബദനിയായ ഇബാദത്തുകൾ ശ്രേഷ്ഠമായ നിസ്കാരമാണ്. അതിൽ ഫർള് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് രാത്രി നിസ്കാരമാണ്. വമഗ്ഫറത്തുൻ ലിസ്സയ്യിആത്ത്, അതുപോലെ പൊതുവെ നിസ്കാരത്തിനുള്ള പ്രത്യേകതയാണ് പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമായിരിക്കും അത്. വമൻഹാത്തുൻ അനിൽ ഇസ്മ, രാത്രി നിസ്കാരത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് പറഞ്ഞതാണ്. നിസ്കാരത്തിന് പൊതുവായിട്ടുണ്ടെങ്കിലും പാപങ്ങളിൽ നിന്ന് തടയാൻ അത് കാരണമാകും. എന്തെങ്കിലും ഒരു പാപം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കാതെ വരുന്നുണ്ടെങ്കിൽ രാത്രി നിസ്കാരത്തിന് നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ, അത് ശീലമായി കഴിഞ്ഞാൽ, അതിൽ സ്ഥിരത ഉണ്ടായി കഴിഞ്ഞാൽ ആ പാപങ്ങളിൽ നിന്ന് അകലാൻ അതൊരു കാരണമാകുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു ഹദീസ്, وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
റഹിമല്ലാഹു റജുലൻ ഖാമ മിനൽ ലൈൽ, അള്ളാഹു ഒരു വ്യക്തിയുടെ മേലെ, ഒരു പുരുഷന്റെ മേലെ കാരുണ്യം ചൊരിയട്ടെ. അവൻ രാത്രി എഴുന്നേൽക്കുന്നു. ഫസല്ല, അവൻ നിസ്കരിക്കുന്നു. വഅയ്ഖദ ഇംറഅതഹു, അവൻ അവന്റെ ഭാര്യയെ രാത്രി നിസ്കാരത്തിന് വേണ്ടി എഴുന്നേൽപ്പിക്കുന്നു. ഫൈൻ അബത്, അവൾ എഴുന്നേൽക്കാൻ കൂട്ടാക്കുന്നില്ല എങ്കിൽ, അവൾ എഴുന്നേൽക്കാൻ ഉറക്കത്തിൽ വീണു പോവുകയാണെങ്കിൽ, നളഹ ഫീ വജ്ഹിഹാ അൽ മാഅ, ചെറിയ രീതിയിൽ അവളുടെ മുഖത്തേക്ക് എഴുന്നേൽക്കാൻ വേണ്ടി വെള്ളം തെറിക്കുന്നു. വറഹിമല്ലാഹു ഇംറഅതൻ, ഒരു സ്ത്രീയുടെ മേലെ അള്ളാഹു കാരുണ്യം ചൊരിയട്ടെ. ഖാമത് മിനൽ ലൈൽ ഫസല്ലത്, അവൾ രാത്രി ഉറക്കത്തിൽ എഴുന്നേറ്റ് രാത്രി നിസ്കരിക്കാൻ. വഅയ്ഖളത് സൗജഹ, അവൾ അവളുടെ ഭർത്താവിനെ രാത്രി നിസ്കാരത്തിന് വേണ്ടി വിളിക്കുന്നു. ഫൈൻ അബ, അവൻ ഉറക്കത്തിൽ വീണു പോവുകയാണെങ്കിൽ, നളഹത് ഫീ വജ്ഹിഹി അൽ മാ, അവൾ അവളുടെ ഭർത്താവിന്റെ മുഖത്തേക്ക് ചെറിയ രീതിയിൽ എഴുന്നേൽക്കാൻ വേണ്ടി വെള്ളം തെറിപ്പിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഇത് വളരെ കുടുംബജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പരം സ്നേഹമുണ്ടാകാനും അതിനിടയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടെല്ലാം പണ്ഡിതന്മാർ പറയാറുള്ള ഒരു ഹദീസാണ്. രാത്രി നിസ്കരിക്കുന്ന ഒരു ഭർത്താവ് ഭാര്യ എഴുന്നേറ്റില്ല എങ്കിൽ അവൾക്ക് വേറെ രോഗമോ അല്ലെങ്കിൽ മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല അറിയാം. അപ്പോൾ ഉറങ്ങിപ്പോയതാണ് എന്നറിയുമ്പോൾ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നത്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കരിക്കും. ചിലപ്പോൾ ആയിഷ ബീവി ഉറങ്ങായിരിക്കും. അപ്പോൾ വിത്തറിന്റെ സമയമാകുമ്പോൾ ആയിഷ ബീവിയെ റസൂൽ വിളിക്കാറുണ്ട്. വിത്തർ നിസ്കരിച്ചിട്ട് തഹജ്ജുദിന്റെ സമയത്ത് നിസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്. ചിലപ്പോൾ അത് അവരെ കൊണ്ട് കഴിയുന്ന പോലെ, അതായത് എന്തെങ്കിലും രോഗമോ മറ്റോ ബുദ്ധിമുട്ടുള്ള ആളെ നിർബന്ധിക്കുന്നതല്ല പറയുന്നത്. കഴിയുന്ന ആളുകളെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ഉറങ്ങിപ്പോകുന്ന ആളെ ഒരു പുരുഷൻ വിളിക്കുന്നത് പോലെ തിരിച്ചും ഭാര്യ ഭർത്താവിനെയും വിളിക്കുന്നു. അങ്ങനെയുള്ള ഒരു ഭാര്യ ഭർത്താവിന്റെ ഇടയിൽ അല്ലാഹു തആല പ്രത്യേകം മവദ്ദത്തും റഹ്മത്തും എല്ലാം ഇട്ടുകൊടുക്കുന്നതാണ്. وعن أبي هريرة وأبي سعيد رضي الله عنهما قال رسول الله صلى الله عليه وسلم إذا أيقظ الرجل أهله من الليل فصليا, ഒരു പുരുഷൻ അവന്റെ ഭാര്യയെ വിളിച്ചെഴുന്നേൽപ്പിച്ച് അവർ രണ്ടുപേരും രാത്രി നിസ്കരിക്കുകയാണ്. أو صلى ركعتين جميعا, അല്ലെങ്കിൽ അവർ 2 റക്അത്ത് ഒരുമിച്ച് നിസ്കരിക്കുന്നു. കുതിബ ഫി الذاكرين والذاكرات, അവർ അല്ലാഹുവിനെ ധാരാളം ഓർക്കുന്ന ആളുകളിൽ അവരെ രേഖപ്പെടുത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. മറ്റൊരു ഹദീസിൽ, ഇതിന്റെ വേറെ റിവായത്തിൽ, മനിസ്തൈഖദ മിനൽ ലൈലി വഅയ്ഖദ അഹ്ലഹു, ഒരാൾ രാത്രി എഴുന്നേൽക്കുകയും നിസ്കരിക്കുകയും തന്റെ കുടുംബത്തെ എഴുന്നേൽപ്പിക്കുകയും, ഫസല്ലയ റക്അതൈനി ജമീഅൻ, അവർ രണ്ടുപേരും ഒരുമിച്ച് 2 റക്അത്ത് നിസ്കരിക്കുകയാണ്. കുതിബ മിനൽ ദാകിരീന അല്ലാഹു കസീറൻ വദ്ദാകിറാത്ത്, അവരെ രേഖപ്പെടുത്തപ്പെടും അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന സ്ത്രീ പുരുഷന്മാരിൽ. അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നു എന്നതിന്റെ ഒരു അടയാളമാണ് അവർക്ക് രാത്രിയിൽ നിസ്കരിക്കാൻ സാധിക്കുന്നു എന്നുള്ളത്. കാരണം അള്ളാഹുവിനെ ധാരാളം ഓർക്കുന്ന ആളുകൾക്ക് ആ രാത്രിയിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ആ നിസ്കരിക്കാനും ഇബാദത്തിൽ മുഴുകാനും എല്ലാം സാധിക്കുകയുള്ളൂ. ഇത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. കുടുംബജീവിതത്തിലും അതുപോലെ തന്നെ എല്ലാ തരത്തിലും നമുക്ക് ഖൈറും ബർക്കത്തുകളും കൊണ്ടുവന്ന് തരുന്ന ഒരു കാര്യമാണ് രാത്രി നിസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹീഹ് തർഗീബ് വതർഹീബ് എന്ന കിതാബ് നവാഫിലിലെ തർഗീബ് ഫി ഖിയാമിൽ ലൈൽ, രാത്രി നിസ്കാരത്തിന് പ്രേരിപ്പിക്കുന്ന ഹദീസുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഫദ്ലിനെ അറിയിക്കുന്ന ഹദീസുകളിൽ അടുത്തത്, وعن سهل بن سعد رضي الله عنهما قال جاء جبريل إلى النبي صلى الله عليه وسلم فقال, സഹൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ജിബ്രീൽ എത്തുകയും എന്നിട്ട് പറയുകയും ചെയ്തു, യാ മുഹമ്മദ്, ഏ മുഹമ്മദ്, ഇശ് മാ ശിഅ്ത ഫഇന്നക മയ്യിത്തുൻ, നീ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ നീ ജീവിച്ചു കൊള്ളുക, പക്ഷേ ഒരിക്കൽ നീ മരണപ്പെടുന്നതാണ്. വഅ്മൽ മാ ശിഅ്ത ഫഇന്നക മജ്സിയും ബിഹ്, നീ ഉദ്ദേശിക്കുന്നത് എന്താണോ അത് നീ ഉദ്ദേശിക്കുന്ന പോലെ ജീവിച്ചു കൊള്ളുക, ഒരു ദിവസം നീ മരിക്കും. നീ ഉദ്ദേശിക്കുന്നത് പോലെ നിനക്ക് എന്തുവാണെങ്കിലും പ്രവർത്തിക്കാവുന്നതാണ്, നീ പ്രവർത്തിച്ചു കൊള്ളുക. നീ എന്ത് പ്രവർത്തിച്ചാലും അതിനനുസൃതമായ പ്രതിഫലം നിനക്ക് നൽകപ്പെടും. വഹ്ബിബ് മൻ ശിഅ്ത ഫഇന്നക മുഫാരിഖുഹു, നീ ഉദ്ദേശിക്കുന്നവരെ നീ ഇഷ്ടപ്പെട്ടു കൊള്ളുക, സ്നേഹിച്ചു കൊള്ളുക. നിങ്ങൾ ഭാര്യയോ മക്കളോ അല്ലെങ്കിൽ ആരായാലും അങ്ങനെ ഇഷ്ടപ്പെട്ടു കൊള്ളുക, നീ അവരെ എല്ലാം പിരിഞ്ഞു പോകുന്നതാണ്. വഅലം അന്ന ശറഫൽ മുഅ്മിനി ഖിയാമുൽ ലൈൽ, നീ മനസ്സിലാക്കുക ഒരു മുഅ്മിനിന്റെ ഷറഫ് എന്നത്, ഒരു ശ്രേഷ്ഠത, മഹത്വം എന്നെല്ലാം ഉള്ളത് അവന്റെ രാത്രി നിസ്കാരമാണ്. വഇസ്സുഹു ഇസ്തിഗ്നാഉഹു അനിന്നാസ്,
അവൻ്റെ പ്രതാപം എന്നുള്ളത് ജനങ്ങളിൽ നിന്ന് അവൻ ധന്യനാവുക എന്നുള്ളതാണ്. ഇത് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ വാക്കാണ്. ഇത് ഏതൊരു മുഅ്മിനിനും ബാധകമായിട്ടുള്ള കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞിട്ടുള്ളത്. ഈ ഉമ്മത്തിന് പൊതുവായിട്ടുള്ളതാണ്. അതിൽ പറഞ്ഞെന്താണ്? യാ മുഹമ്മദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഐഷ് മാ ശിഅ്ത ഫഇന്നക മയ്യിത്തുൻ, നീ ഉദ്ദേശിക്കുന്ന പോലെ നിനക്ക് ജീവിക്കാം. കാരണം അല്ലാഹു തആല ഈ ദുനിയാവിൽ അതിനുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് നൽകിയിട്ടുണ്ട്. അവന് ഇച്ഛിക്കുന്ന പോലെ അവന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അവൻ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ ഫഇന്നക മയ്യിത്തുൻ, നീ ഒരു ദിവസം എന്തായാലും മരണപ്പെടുന്നതാണ്. ഒരു സംശയമല്ല. എങ്ങനെ ജീവിച്ചാലും, അത് ഏത് അള്ളാഹുവിനനുസരിച്ച് ജീവിച്ചാലും നിഷേധിച്ച് ജീവിച്ചാലും എങ്ങനെ ജീവിച്ചാലും ഒരു ദിവസം മരണപ്പെടുമെന്നുള്ളത് സത്യമാണ്. വഅ്മൽ മാ ശിഅ്ത ഫഇന്നക മജ്സിയും ബിഹ്, നിനക്ക് നീ ഇച്ഛിക്കുന്ന പോലെ കർമ്മങ്ങൾ ചെയ്യാം, സൽക്കർമ്മങ്ങൾ ചെയ്യാം, പാപങ്ങൾ ചെയ്യാം. ഇതിനെല്ലാമുള്ള സ്വാതന്ത്ര്യം ഈ ലോകത്ത് നിനക്കുണ്ട്. പക്ഷേ നീ എന്ത് ചെയ്താലും അതിനുള്ള പ്രതിഫലം നന്മയ്ക്ക് നന്മയായിട്ടും പാപങ്ങൾക്ക് അതിനനുസൃതമായ ശിക്ഷയായിട്ടും ലഭിക്കുന്നതാണെന്ന് പറഞ്ഞു. വഹ്ബിബ് മൻ ശിഅ്ത ഫഇന്നക മുഫാരിഖുഹു, നീ ഇച്ഛിക്കുന്ന എന്തിനേയും നിനക്ക് ഇഷ്ടപ്പെടാം. സമ്പത്തിനെയോ അല്ലെങ്കിൽ എന്തിനെ വേണമെങ്കിൽ, സൗകര്യങ്ങളെയോ വ്യക്തികളെയോ ആരെ വേണമെങ്കിലും നിനക്ക് ഇഷ്ടപ്പെടാം. ആരെ ഇഷ്ടപ്പെട്ടാലും അവരെല്ലാം നീ വിട്ടുപിരിഞ്ഞ് പോകുന്നതാണ്. ഒന്നുകിൽ അവർ നമ്മളിൽ നിന്ന് പോകും, അല്ലെങ്കിൽ അവരിൽ നിന്ന് നമ്മൾ പോകേണ്ടി വരും. ദുനിയാവിന്റെ നിയമമാണ്. വഅലം, നീ മനസ്സിലാക്കണം, അന്ന ശറഫൽ മുഅ്മിനി ഖിയാമുൽ ലൈൽ, ഇതാണ് നമ്മുടെ ഈ ബാവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഒരു മുഅ്മിനിന്റെ ഷറഫ് എന്നുള്ളത്, അവന്റെ ഒരു ശ്രേഷ്ഠത അല്ലെങ്കിൽ അവന് പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥാനം നൽകുന്ന ഒരു കാര്യം എന്നുള്ളത് രാത്രി നിസ്കാരമാണ്. നിർബന്ധമായിട്ടുള്ള നിസ്കാരങ്ങൾക്ക് ശേഷം അവന് പ്രത്യേകമായിട്ടുള്ള ഒരു പദവി നൽകുന്ന രാത്രി നിസ്കാരമാണ്. വഇസ്സുഹു ഇസ്തിഗ്നാഹു അനിന്നാസ്, അവന്റെ പ്രതാപം എന്നുള്ളത് ജനങ്ങളിൽ നിന്ന് അവൻ ധന്യനാവലാണ്. ജനങ്ങളോട് ചോദിച്ച് ജനങ്ങളിലേക്ക് ആവശ്യക്കാരായി അവരുടെ ഔദാര്യം പ്രതീക്ഷിച്ച് ജീവിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ അത് ചോദിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയില്ലാതെ ധന്യനായി തീരുക എന്നുള്ളത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇസ്സത്താണ്, അവന്റെ പ്രതാപമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് നമുക്ക് എല്ലാവർക്കും ബാധകമായിട്ടുള്ള പൊതുവായിട്ടുള്ള ഒരു നസീഹത്താണ്. عن عمرو بن عبسة رضي الله عنه أنه سمع النبي صلى الله عليه وسلم يقول أقرب ما يكون الرب من العبد في جوف الليل الآخر. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അഖ്റബു മാ യകൂനു റബ്ബു മിനൽ അബ്ദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമയോട് ഏറ്റവും അടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഫീ ജൗഫിൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ അവസാനത്തിന്റെ മധ്യത്തിലാണ്. രാത്രിയുടെ അവസാന ഭാഗത്തിന്റെ മധ്യത്തിലായിക്കൊണ്ട്, അഥവാ നമ്മൾ പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങുന്ന ആ സമയം സുൽസുൽ ലൈലിൽ ആഖിർ. فإن استطعت أن تكون ممن يذكر الله في تلك الساعة فكن. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് ആ സമയത്ത് അള്ളാഹുവിനെ ഓർക്കുന്ന, അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരാളായി തീരാൻ സാധിക്കുമെങ്കിൽ നീ അങ്ങനെ ആവുക എന്ന് പറഞ്ഞു. ആ സമയത്ത് അള്ളാഹുവിനെ ഓർക്കുന്നതിൽ ഏറ്റവും അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു പറഞ്ഞിട്ടുള്ള കാര്യം നിസ്കാരം നിലനിർത്താനാണ്. അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ വളരെ ശ്രേഷ്ഠമായ നിസ്കാരം. അതല്ലാത്ത രീതിയിലൊക്കെ ഉണ്ട്, ദിക്റുകളായിട്ടും ദുആകളായിട്ടും ഖുർആൻ പാരായണമായിട്ടും ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഏറ്റവും അള്ളാഹുവിനെ ഓർക്കുന്നതിൽ പ്രധാനപ്പെട്ടത് നിസ്കാരമാണ്. ആ സമയത്ത് നിസ്കരിക്കാൻ സാധിക്കുന്നുവെങ്കിൽ നീ അത് ചെയ്യുക. നീ അത് കഴിയുന്നില്ല എങ്കിൽ എങ്ങനെയെങ്കിലും അള്ളാഹുവിനെ ദിക്റ് ചെയ്ത് ഇരിക്കാൻ ശ്രമിക്കുക. وعن أبي الدرداء رضي الله عنه عن النبي صلى الله عليه وسلم قال, أبو الدرداء رضي الله عنه ذكر النبي صلى الله عليه وسلم പറഞ്ഞു, ثلاثة يحبهم الله ويضحك إليهم ويستبشر بهم. മൂന്ന് കൂട്ടർ, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. അല്ലാഹു തആല അടിമയെ ഇഷ്ടപ്പെടും എന്നുള്ളത് അല്ലാഹുവിന്റെ സ്ഥിരപ്പെട്ടിട്ടുള്ള വിശേഷണമാണ്. വയദ്ഹകു ഇലൈഹിം, അവരിലേക്ക് അല്ലാഹു ചിരിക്കുന്നു. അല്ലാഹുവിന് ചിരിയുണ്ട്, അല്ലാഹു ചിരിക്കുന്നതാണ് എന്നും സ്ഥിരപ്പെട്ടിട്ടുള്ള അല്ലാഹുവിന്റെ വിശേഷണമാണ്. വയസ്തബ്ശിറു ബിഹിം, അവർക്ക് സന്തോഷ വാർത്തയുമുണ്ട്. الذي إذا انكشفت فئة قاتل وراءها بنفسه لله عز وجل. ആ മൂന്ന് കൂട്ടരിൽ ഒന്നാമത്തെ ആൾ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ ഒരു യുദ്ധ സന്ദർഭത്തിലാണ്, യുദ്ധ സമയത്ത് നിൽക്കുകയാണ്, സൈന്യത്തിൽ നിൽക്കുകയാണ്. അവന്റെ സ്വന്തവുമായിട്ട് യുദ്ധത്തിന് പോരാടാൻ നിൽക്കുകയാണ്. ഫഇമ്മാ യുഖ്തല വഇമ്മാ യൻസുറഹു അല്ലാഹു വയക്ഫിയ. അവന് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്നെങ്കിൽ അവൻ ആ യുദ്ധത്തിൽ കൊല്ലപ്പെടും, അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം ലഭിച്ച് ഗനീമത്തൊക്കെ ലഭിക്കുന്ന അവസ്ഥയുണ്ടാകും.
ഫയഖൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമയെ നോക്കി പറയും ഉൻദുറു ഇലാ അബ്ദി, എൻ്റെ അടിമയിലേക്ക് നിങ്ങൾ നോക്കൂ. ഹാദാ കൈഫ സബറ ലീ ഫി നഫ്സി, എങ്ങനെയാണ് അവനവൻ്റെ സ്വന്തത്തിന്റെ വിഷയത്തിൽ അവന്റെ ക്ഷമ കാണിക്കുന്നതെന്ന് നോക്കാൻ പറയും. രണ്ടാമത്തെ ആൾ വല്ലദീ ലഹു ഇംറഅത്തുൻ ഹസന, അവന് നല്ല സൗന്ദര്യമുള്ള ഒരു ഭാര്യയുണ്ട്. വഫിറാശുൻ ലയ്യിനുൻ ഹസനുൻ, അവന് നല്ല പതുപതുത്ത ഒരു മെത്തയുണ്ട്. ഫയഖൂമു മിനൽ ലൈൽ, എന്നിട്ടും രാത്രിയിൽ അവൻ നിന്ന് നിസ്കരിക്കുന്നു. ഫയഖൂൽ, അല്ലാഹു പറയും യദ്റു ശഹ്വതഹു വയദ്കുറുനി വലൗ ശാഅ റഖദ, അവന്റെ ഇച്ഛകൾ, അവന്റെ ഉറക്കവും അവന്റെ ഭാര്യയൊക്കെ വിട്ടിട്ട് അവൻ നിന്ന് നിസ്കരിക്കുകയാണ്. അവന് വേണമെങ്കിൽ അവൻ എന്നെ ഓർക്കുകയാണ്, അവന് വേണമെങ്കിൽ കിടന്നുറങ്ങാമായിരുന്നു. മൂന്നാമത്തെ ആൾ വല്ലദീ ഇദാ കാന ഫീ സഫരിൻ, ഒരു വ്യക്തി ഒരു യാത്രയിലാണ്. വകാന മഅഹു റക്ബുൻ, അവൻ ഒരു യാത്രാ സംഘത്തിനോടൊപ്പം യാത്രയിലാണ്. ഫസഹറു സുമ്മ ഹജഉ, അങ്ങനെ അവർ യാത്രയിൽ കുറെ ഉറക്കമൊഴിച്ചിട്ടും പിന്നെ അവർ രാത്രി സ്വാഭാവികമായിട്ടും ഉറക്കം കൃത്യമായി ലഭിക്കാത്ത അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ അവർ കുറച്ചു നേരം ഉറങ്ങുന്നു. ഫഖാമ മിന സഹരി ഫി ضراء والسراء, അങ്ങനെ ഫജ്റിന് മുമ്പുള്ള ആ സമയത്ത് അവൻ നിന്ന് നിസ്കരിക്കുകയാണ്. അവന്റെ വീട്ടിലായിരിക്കുന്ന ഏറ്റവും സൗഖ്യത്തിലും യാത്രയിലെ ബുദ്ധിമുട്ടിലും അവൻ ആ നിസ്കാരം ഒഴിവാക്കാതെ ആ സമയത്ത് നിസ്കരിക്കുന്നു. അവനും അവരെ നോക്കിയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഇഷ്ടപ്പെടുന്നുണ്ട്, അവരിലേക്ക് അവരെ നോക്കി ചിരിക്കുന്നുണ്ട്, അവരുടെ കാര്യത്തിൽ ചിരിക്കുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുകയാണ്. അപ്പോൾ രാത്രി നിസ്കാരത്തിന് ഇനിയും ഹദീസുകൾ ഈ ബാബിൽ ഉണ്ട്. രാത്രി നിസ്കാരം അത്രയും ഫളുലായിട്ടുള്ള അള്ളാഹുവിന്റെ ഇഷ്ടം നേടിത്തരുന്ന ഷറഫായിട്ടുള്ള വളരെ മഹത്തരമായിട്ടുള്ള ഒരു ഇബാദത്താണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.